ഗൈസ്, ഞാൻ റോഹൻ സജി. ഇന്ന് ഞങ്ങൾ ഏത്തയ്ക്ക പഴുപ്പിക്കുന്ന വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൈക്കണോട് അനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വാഴത്തോട്ടം വീടിൻ്റെ അടുത്ത് തന്നെയാണ്. വാഴക്കൊല ഉണ്ടെന്ന് നോക്കാൻ പോവാണ്. അടുത്ത വാഴത്തോട്ടത്തിൽ എത്തിക്കുകയാണ്. ഇവിടെ 1-2 എണ്ണം ആയിട്ടുണ്ട്. ഇത് ഈ വർഷം ആദ്യമായിട്ട് കായ്ച്ച റംബൂട്ടാനാണ്. യെല്ലോ കളർ റംബൂട്ടാൻ. നമ്മളിപ്പോൾ ഈ വാഴക്കൊലയാണ് വെട്ടുന്നത്. ഇത് നമുക്ക് ഈ വാഴ ഇരിക്കുന്ന വള്ളി വെട്ടണം. ഇതുപോലെ വള്ളി നമ്മൾ വെട്ടിയേക്കുവാണ്. ഇനി വാഴ വെട്ടണം. നമ്മൾ വാഴക്കൊല വെട്ടുകയാണ്. ഈ വാഴക്കൊല ഇപ്പോൾ വീഴാൻ പോവാണ്. ഇപ്പൊ ഞങ്ങൾ വാഴ വെട്ടുവാണ്. ചെറിയുടെ മരമാണ്. ഇതുവരെയായിട്ടും കായ്ച്ചിട്ടില്ല. നട്ടിട്ട് 1 വർഷം ആയുള്ളൂ. ഇടയില തിരിച്ചിട്ടാണ് വാഴക്കൊല പഴുപ്പിക്കുന്നത്. ഓരോന്നായിട്ട് തിരിക്കണം. ഇതുപോലെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കേണ്ടി വരും. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. വെള്ളം തോർന്നതിന് ശേഷം നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം. നമുക്ക് ഇതിൻ്റെ തൂക്കം നോക്കാം.
ഇപ്പോൾ ഇത് ഏകദേശം 10 കിലോയുണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി പഴുപ്പിക്കാൻ വെക്കാം. ഇതാണ് വാഴയ്ക്ക പഴുപ്പിക്കാൻ വെക്കുന്ന സ്ഥലം. ഇത് കഴിഞ്ഞ ദിവസം പഴുപ്പിക്കാൻ വെച്ചതാണ്. ഇപ്പോൾ ഫുൾ പഴുത്ത് ആയിട്ടുണ്ട്. ഇന്ന് വെട്ടിയ വാഴയ്ക്ക വെക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് വെട്ടിയ വാഴയ്ക്ക വെച്ചേക്കുവാണ്. ഇനി ചന്ദനത്തിരിയും കൊണ്ട് വെച്ചിട്ട് നമുക്കിത് അടയ്ക്കണം. നമ്മൾ സാധാരണ 3 ചന്ദനത്തിരിയാണ് വെക്കാറ്. ഇപ്പോൾ വെച്ചു. ഇനി നമുക്കിത് അടയ്ക്കാം. ഏത്തയ്ക്ക പഴുപ്പിക്കാൻ വെച്ചിട്ട് 3-ാമത്തെ ദിവസമായി. ഇന്ന് നമുക്കത് തുറന്ന് നോക്കാം. പഴുത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് എടുത്തായിരുന്നു.